പ്രിയമുള്ളവരെ, സമകാലിക വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളും മാമാപ്പണിയും എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എല്ലാ മാധ്യമങ്ങളും അവകാശപ്പെടാറുള്ളത് ഞങ്ങൾ നിഷ്പക്ഷമായും സത്യസന്ധമായും വാർത്തകൾ, ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും. പക്ഷേ വെറുതെ എവിടുന്നെങ്കിലും പറയുന്നത് കേട്ട് അത് ആവർത്തിക്കുക എന്നതാണോ മാധ്യമധർമ്മം? വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്തമല്ലേ മാധ്യമങ്ങൾക്കുള്ളത്? എവിടെ നിന്നെങ്കിലും കേട്ടറിയുന്ന സംഗതികൾ അതേപോലെ ഇവിടെ വിളമ്പുക എന്നുള്ളതാണോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം ഇന്ന് വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വേറൊരു വശത്ത് ഒരു മഹാമാരി മാസങ്ങളായി ജനങ്ങളുടെ ജീവിതം എല്ലാ തരത്തിലും വഴിമുട്ടിച്ചുകൊണ്ട് ഭീതിതമാവണ്ണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഗൗരവതരമായി നേരിടുന്നതിന് പോലും വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം. ഇപ്പം പ്രതിപക്ഷ കക്ഷികളാണേലും ഭരിക്കുന്നവരാണേലും അല്ലാതുള്ള രാഷ്ട്രീയ പാർട്ടികളും വരാനിരിക്കുന്ന ഇലക്ഷനിലെ അവരുടെ അതിജീവനം അതൊരു വലിയ സംഗതിയാണ്. അതിനുവേണ്ടി അവർ എല്ലാ തരത്തിലും ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടമൊന്നുമല്ല, അതിലും വലിയ പോരാട്ടമാണ് രാഷ്ട്രീയമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കുക എന്നതിന് അവർ കൊടുക്കുന്നത്. അതിൽ അതിനൊത്തു തുള്ളുക എന്നതാണ് മാധ്യമധർമ്മം. നമ്മളതാണ് പരിശോധിക്കേണ്ടത്. മാധ്യമധർമ്മം സത്യം, നീതി ഇതൊക്കെ സംരക്ഷിക്കുക, ശരിയായ വിവരങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക. ജനാധിപത്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളെയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ടാണ് മാധ്യമത്തെയും നമ്മൾ കാണുന്നത്. കോടതി, ബ്യൂറോക്രസി, പോലീസ്, പട്ടാളം, തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ, ഇതുപോലെ തന്നെ ജനാധിപത്യം നിലനിർത്തുന്നതിൽ അതിന്റെ പ്രധാന തൂണുകളിൽ ഒന്നായിട്ടാണ് മാധ്യമങ്ങളെ നമ്മൾ കാണുന്നത്. എന്നാൽ അങ്ങനെയാണോ? ഇതൊക്കെ വെറും പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊട്ടിപ്പാടി നടക്കാം എന്നുള്ളതിൽ കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. കാരണം ഇന്നൊരു മാധ്യമ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അതിന് കോടികളുടെ പരസ്യങ്ങളുടെ സപ്പോർട്ട് വേണം. സാധാരണ ജനങ്ങൾക്ക് ഇത്തരം പരസ്യങ്ങൾ നൽകുവാൻ കഴിയൂ? ഭീമ ജുവലേഴ്സോ അല്ലെങ്കിൽ കല്യാൺ സിൽക്സോ മലബാർ ഗോൾഡോ ഒക്കെ നൽകുന്ന പരസ്യം സാധാരണക്കാരന് നൽകാൻ പറ്റില്ല, അത്തരത്തിൽ നിലനിർത്തുവാനും കഴിയുകയില്ല. അതായത് ഇവരൊക്കെ പേറുന്ന രാഷ്ട്രീയമെന്തോ ഇവരുടെയൊക്കെ താല്പര്യമെന്തോ അതിനൊക്കെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത മാധ്യമങ്ങളിൽ വന്നു ചേരും. അവരത് ഭംഗിയായി നിർവഹിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ സത്യസന്ധമായൊക്കെ കുറെ വാർത്തകളൊക്കെ തരും. കാരണം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പ്രഗത്ഭന്മാരാണ്, കഴിവുള്ളവരാണ്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയവും കാര്യങ്ങളുടെ നിജസ്ഥിതിയും സത്യവും എല്ലാം ബോധ്യമുള്ളവരാണ്. പക്ഷെ അത് നമ്മളോട് പറയുവാൻ അവർക്ക് കഴിയില്ല. എത്ര പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരാണെങ്കിലും ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ചട്ടക്കൂടുകളിൽ വന്നു കഴിയുമ്പോൾ പദം വരുത്തും. നമ്മളെ അതിലിട്ട് അവർ പരുവപ്പെടുത്തും. അവരുടെ അഭിരുചിക്ക് അനുസരിച്ച ഇണങ്ങുംപടി വാർത്ത നൽകുന്ന ആൾക്കാരാക്കി മാറ്റി. നമുക്കറിയാം, ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ തകർത്താടുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ചില പ്രശ്നങ്ങൾ വരികയും അവിടുന്ന് ഇവിടുന്നൊക്കെ സമ്മർദ്ദം വരികയൊക്കെ ചെയ്യുമ്പോൾ അവർ വാർത്ത അവതരിപ്പിക്കുന്നത് അവരുടെ ശരീരഭാഷ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർ എത്രമാത്രം സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണ് ആയാണ് വാർത്തകൾ നൽകുന്നതെന്ന്. ഞാൻ ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല. പല പ്രഗത്ഭരും ഓരോ സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെ പരുവപ്പെട്ട് ഉരുവം കൊള്ളുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിന്റെ വലിയ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ജനകീയ മാധ്യമ പ്രവർത്തനം വേണം. ഇടതുപക്ഷത്തിന് പോലും അതില്ല. അവരും ഇത്തരം സ്ഥാപനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ജനകീയ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിച്ചത്തുട്ടായിക്കോട്ടെ അത് പിരിച്ചെടുത്ത് മാധ്യമ പ്രവർത്തനം നടത്തണം. ശാസ്ത്രത്തിന്റെ എല്ലാ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ എല്ലാ വികാസങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉൾക്കൊള്ളണം.
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറയുന്നത് അവർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വളരെ നന്നായി അവകാശപ്പെടുകയും എന്തൊക്കെയൊക്കെ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നമ്മളിപ്പോഴും വെച്ച് പുലർത്തുന്നത് അവരിലാണ്. അവരെപ്പോൾ ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലെ ഈ വലിയവന്റെ വമ്പന്മാരുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന രീതി, അവരുടെ പരസ്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന രീതി മതിയാക്കി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പിച്ച തുട്ടുകൾ കൊണ്ട് പ്രവർത്തിച്ച് അന്നേരം അവരുടെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. അതില്ലാത്തിടത്തോളം കാലം മാധ്യമ പ്രവർത്തനത്തിന്റെ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു വലിയ കള്ളത്തരം മാത്രമാണ്. ഇനി നമുക്ക് ഈ സമകാലികമായ ഇവരുടെ ഈ മാമാപ്പണി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഒരു 3 ഉദാഹരണങ്ങൾ, ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 3 ഉദാഹരണങ്ങൾ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വലിയ സംഭവമായി കേരളത്തിൽ മാറുന്നത്. സ്വർണം കോടിക്കണക്കിന് രൂപയുടെ ടൺ കണക്കിന് കള്ളക്കടത്ത് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം ഒരു വലിയതായി മാറുന്നത് നമ്മുടെ BJPയുടെ സെക്രട്ടറി സുരേന്ദ്രൻ, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് 3 പ്രമുഖരുടെ കോളുകൾ ചെന്നിട്ടുണ്ട്. അസന്നിഗ്ധമായിട്ട് സംശയത്തിൽ നമ്മൾ വിചാരിച്ച അദ്ദേഹത്തിന്റെ കൃത്യമായ തെളിവുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നവരല്ലേ, കേന്ദ്രം അവരുടെ കയ്യിൽ, കസ്റ്റംസ് അവരുടെ കയ്യിലാണ്. അപ്പോൾ കൃത്യമായ വിവരം എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ആ ആരോപണത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. കസ്റ്റംസ് ഓഫീസിൽ നിന്ന് തന്നെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉടൻ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും എന്താണ്, അയാളുടെ നേരെ കുതിരകയിലാണ്. അയാളുടെ പൂർവ്വ ചരിത്രം എന്താണ്, അയാൾ SFI ആയിരുന്നോ DYFI ആയിരുന്നോ, അതല്ല അയാൾ പറയുന്നതിൽ വസ്തുതയുണ്ടോന്ന് പരിശോധിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അത് സുരേന്ദ്രൻ ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങൾ പരിശോധിക്കണം. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശരി, പക്ഷപാതപരമായിട്ടാണ് കസ്റ്റംസ് ഓഫീസർ പറഞ്ഞത്. അതിന്റെ മുകളിലത്തെ ഓഫീസറോട് ചോദിക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ രംഗം മാറി. ഒത്തിരി പേര് ആരൊക്കെയോ വലിയ ആൾക്കാർ, സ്വാധീനമുള്ളവർ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളത് അങ്ങ് മുക്കി. പിറ്റേ ദിവസം ചാനൽ ചർച്ചയിൽ വരുന്ന ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള BJPക്കാർ പറയുന്നത്, വിളിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു, സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ പറഞ്ഞു, അത് സത്യമായിരുന്നു, ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഓഫീസിലേക്ക് പറഞ്ഞു. ശരിയാണ്, കസ്റ്റംസ് ഓഫീസിലേക്ക് ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരാണെന്നും കൃത്യമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്തായിരുന്നു, സുരേന്ദ്രൻ ചോദിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോള് പോയി എന്നുള്ളതാണ്. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞു. അത് വസ്തുതയുടെ എല്ലാ പത്രങ്ങളും അത് പറയുകയും ചെയ്തു. പക്ഷെ പ്രശ്നം അതല്ല. ഇവർ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത ദിവസത്തെ അന്തിച്ചർച്ചയിലും നമ്മുടെ കോൺഗ്രസ്സുകാരും BJPയുടെ നേതാക്കളും വക്താക്കളും ഒക്കെ ചർച്ചയിൽ വരുമ്പോൾ ഇത് എടുത്തിടും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് പോയി, ഞങ്ങളാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അവതാരകൻ അപ്പോൾ നിഷ്ക്രിയനായി നിൽക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പറയരുത്. അതൊന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് പോയിട്ടില്ല എന്ന് ഇതുവരെയുള്ള വിവരങ്ങളിൽ നമുക്ക് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങളിലാണ് അങ്ങനെയാണ് അറിയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവുകൾ കൊണ്ടുവരണം എന്നവരോട് പറയണം. അതാണ് ശരിയായ പത്രപ്രവർത്തനം. വസ്തുതകളെ വിശകലനം ചെയ്യണം, തെളിവുകളുണ്ടോ എന്ന് നോക്കണം, അതിലെ ശരിതെറ്റുകൾ അരിച്ചു പെറുക്കിയെടുക്കണം. കാരണം ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. തെറ്റും ശരിയായും എപ്പോഴും എറിഞ്ഞുകൊണ്ടേയിരിക്കും, കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നിന്ന് വേർതിരിച്ച് ശരിയെടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ജോലി. പക്ഷെ ഇതുവരെയും ചെയ്തില്ല. ഇപ്പോഴത്തെ ചർച്ച, ഇപ്പോൾ ഒരാഴ്ചയോളമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി എന്നുള്ള ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ പ്രമുഖർ കോൾ ചെയ്തു എന്ന്. അപ്പോൾ സാമാന്യ ജനത്തിന്റെ ഉള്ളിൽ പഴയ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നെടുത്ത് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ വിളിച്ചു എന്നല്ല പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇതിലെന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ്. അത് കറക്റ്റ് ചെയ്ത് വിടേണ്ടത്. മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ടതുണ്ട്. മാധ്യമങ്ങളിൽ അതിന് കൃത്യമായ തെളിവില്ലാത്തിടത്തോളം കാലം അവർ ചെയ്യേണ്ടത് കൃത്യമായ വിവരം ജനങ്ങളിൽ എത്തിക്കുക. ഇവർ കള്ളത്തരം പറയുമ്പോൾ അത് ശരിയായിരുന്നു തിരിച്ചറിഞ്ഞ് അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ സംഗതി, ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ളൊരു കോൺക്ലേവ് നടക്കുകയുണ്ടായി. അതായത് സ്പേസ് പാർക്കിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത്. ഈ വിവാദങ്ങളിലൊക്കെ പെട്ട ഈ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത ഔട്ട്സോഴ്സിംഗ് ഏജൻസിക്കാണ് അത് കൊടുത്തിരുന്നത്. ആ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന, അവരൊക്കെ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന സ്പേസ് പാർക്ക്. ആ സ്പേസ് പാർക്കാണ് ഈ
ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കോൺക്ലേവ് സംഘടിപ്പിച്ചത്. എഡ്ജ് എന്നാണ് അതിന്റെ പേര്. ജനുവരി 31, ഫെബ്രുവരി 1 എന്നീ തീയതികളിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. അതിലെ സംഘാടകർ സ്വാഭാവികമായിട്ടും സ്പേസ് പാർക്കാണ്. അതിൽ പങ്കെടുക്കുന്നത് നിരവധി ശാസ്ത്രജ്ഞന്മാരും അതുപോലെ സംരംഭകരുമാണ്. ബഹിരാകാശ യാത്രകൾക്കുമൊക്കെയുള്ള നിർമ്മിതികളും ഒക്കെയായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാരൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ നമ്മുടെ ഇപ്പോഴൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UAE കോൺസുലർ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഗൾഫിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ പങ്കെടുത്തിരുന്നു. ISROയുടെ മുൻ ചെയർമാൻ G. മാധവൻ നായർ പങ്കെടുത്തിരുന്നു. USA പ്രതിനിധി പങ്കെടുത്തിരുന്നു. അങ്ങനെ പല പ്രമുഖരും പങ്കെടുത്തിരുന്ന ഒരു യോഗമാണ്. ആ യോഗം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കേരള ഗവൺമെന്റിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് ദത്തൻ, MC ദത്തൻ പ്രമുഖനാണ്. അദ്ദേഹം ISROയിലെ മുൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹവും ആ പരിപാടിയിലുണ്ട്. ഇതിൽ സ്വപ്ന സുരേഷ് സ്വാഭാവികമായും ആ യോഗത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഒരാളാവും. കാരണം ഒന്ന്, UAE കോൺസുലേറ്റിന്റെ സെക്രട്ടറി, ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും കോൺസുലറുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന സെക്രട്ടറിയാണ്. രണ്ട്, ഒരു കൺസൾട്ടൻസി ആയിട്ട് ഈ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട് അവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അവരുടെ ഭാഷാ പരിജ്ഞാനവും അറബി നാടുകളുമായുള്ള ബന്ധം, ഈ വിദേശ ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് അവരവിടെ ഉണ്ടാവുക സ്വാഭാവികമാണ്. നിരവധി സംഘാടകരിൽ ഒരാൾ, സ്പേസ് പാർക്കിന്റെ നിരവധി സംഘാടകരിൽ ഒരാൾ മാത്രമാണ് അവർ. അത് നമ്മൾ യോഗങ്ങളിലൊക്കെ കാണാറുണ്ട്. ഈ മൈക്കിൽ കൂടെയൊക്കെ അനൗൺസ് ചെയ്യുക, ആൾക്കാരെയൊക്കെ സ്വീകരിക്കുക, അവരുടെ താമസ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നിരവധി ആൾക്കാർ, ജീവനക്കാർ ജോലി ചെയ്യും. അതിലൊരാളാണ് സ്വപ്ന സുരേഷ്. അന്നേരം യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് ഒരു ഉപഹാരം സമർപ്പിക്കുക. അവർ സീറ്റുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉപഹാരം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. അത് ആ ചുമതല നിർവഹിക്കേണ്ടത് ഈ ശാസ്ത്ര ഉപദേഷ്ടാവാണ്, മിസ്റ്റർ ദത്തനാണ്. അദ്ദേഹത്തിന് ഈ ഉപഹാരം എടുത്തു കൊടുക്കുന്ന ജോലിയാണ് സ്വപ്ന സുരേഷ് ചെയ്തത്. അതായത് ഓരോരുത്തർക്കും ഉപഹാരം കൊടുക്കുന്നതിന് മുമ്പ് അത് സ്റ്റേജിലേക്ക് എത്തിക്കുകയും ഈ ദത്തൻ സാറിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സ്വപ്ന സുരേഷ് ചെയ്ത ജോലി. അങ്ങനെ സ്വപ്ന സുരേഷ് MC ദത്തൻ ഇത് കൊടുത്തപ്പോൾ, ഈ ഉപഹാരം കൊടുത്തപ്പോൾ എടുത്ത ഒരു ഫോട്ടോ അതെടുത്തിട്ടിട്ട് വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ശാസ്ത്ര ഉപദേഷ്ടാവായ മിസ്റ്റർ ദത്തന് സ്വപ്ന സുരേഷ് ഉപഹാരം നൽകി എന്ന രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതാരാണ്? മനോരമ. ചിത്രം നൽകിയതും മനോരമയുടെ കയ്യിൽ ഉറപ്പായിട്ടും ആ യോഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെല്ലാം ഉണ്ട്. അവർ ബോധപൂർവം ചെയ്ത സംഗതിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും. മനോരമ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും എന്താണ് സ്വപ്ന സുരേഷിന് അവിടെ കാര്യം, ഇത്രയും പ്രമുഖ സ്ഥാനം, ഒരു പ്രമുഖ ശാസ്ത്രജ്ഞന് ഉപഹാരം കൊടുക്കുന്ന തരത്തിൽ എന്ത് നിലവാരമാണ് അവർക്കുള്ളത്, എന്ത് പ്രാമുഖ്യമാണുള്ളത് നമ്മളും ചിന്തിക്കും. ഞാനും ചിന്തിച്ചു. എന്തൊക്കെയാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീക്ക്നെസ് ആയിരിക്കും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ശിവശങ്കറിന്റെയോ വേറെ ആരുടെയെങ്കിലുമൊക്കെ വീക്ക്നെസ് ആകാൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ത്രീക്ക് ഉപഹാരം നൽകുന്ന ഒരു ശാസ്ത്രജ്ഞനും പ്രമുഖ ശാസ്ത്രജ്ഞനും ഉപഹാരം ചെയ്യുന്ന നിലവാരത്തിൽ അവരെ പ്രതിഷ്ഠിക്കേണ്ട കാര്യം എന്താണ്? ചാനലുകളെല്ലാം വന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ P. രാജീവൻ CPM പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റ് വിനുവിനോട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത, വിനു പറഞ്ഞു ശരിയാണ്, ആ ചിത്രം വ്യാജ ചിത്രമാണ്, ഞങ്ങളത് ഖേദിക്കുന്നു. കാരണം അത് പക്ഷെ നിങ്ങൾ വാർത്ത കൊടുത്തത് അത് ഞങ്ങൾ അന്ന് രാത്രി ഒരാൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു സ്വപ്ന സുരേഷാണ് മിസ്റ്റർ ദത്തന് ഉപഹാരം സമർപ്പിച്ചത് എന്ന്. ഞങ്ങളതൊന്ന് വിശ്വസിച്ചു. ഇതാണോ മാധ്യമധർമ്മം? ആരെങ്കിലും വിളിച്ചു പറയുന്ന എന്ത് വിഡിത്തോ എഴുന്നള്ളിക്കും. സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കാമല്ലോ. സ്വപ്ന സുരേഷിന് ഈ ശാസ്ത്രജ്ഞന് ഉപഹാരം കൊടുക്കാനുള്ള തരത്തിൽ ഉള്ള ഒരാളല്ല. അങ്ങനെ സംശയം തോന്നിയാലും തോന്നിയില്ലല്ലോ. അതിന്റെ നിജസ്ഥിതി ഉറപ്പാക്കേണ്ട ജോലി മാധ്യമങ്ങൾക്കില്ലേ? ഈ പറയുന്ന MC ദത്തൻ എന്ന് പറയുന്ന ശാസ്ത്ര ഉപദേഷ്ടാവ് ജീവിച്ചിരിപ്പുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഇവർക്ക് വിളിച്ചു ചോദിക്കാം. പിന്നെ ഈ വാർത്ത ഒക്കെ കൊട്ടിഘോഷിച്ച് ഉള്ള സംഖ്യകളും ചാണകങ്ങളും എല്ലാം എടുത്ത് ആഘോഷിച്ചതിന് ശേഷം മാധ്യമങ്ങളൊക്കെ
ശാസ്ത്രജ്ഞനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല, ഞാനാണ് എല്ലാവർക്കും ഉപഹാരം കൊടുത്തത്. എൻ്റെ കയ്യിലോട്ട് ഉപഹാരം നൽകുകയായിരുന്നു ആ സ്ത്രീ ചെയ്തത്. ആ സ്ത്രീ സംഘാടകരിൽ ഒരാളായിരുന്നു. അവരവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇതാണ് ഈ MC ദത്തൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. പക്ഷെ MC ദത്തൻ എന്ന ശാസ്ത്രജ്ഞന് ഉപഹാരം കൊടുത്തു എന്ന രീതിയിലാണ് ഈ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. പിന്നീട് അവർ തിരുത്തി. പക്ഷെ ആ തിരുത്തൽ കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ജനമനസ്സുകളിൽ അങ്ങനെ അവർ എന്തോ എല്ലാ കേരളത്തിന്റെ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ഒരു മുൻകാല ചിത്രങ്ങളും അനുഭവങ്ങളും നമുക്കുണ്ടല്ലോ, കേരള നിയമസഭയും മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്. അത്തരത്തിൽ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുക, അത്തരത്തിലൊരു പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കാനായി ഈ മാധ്യമങ്ങളെല്ലാം കൂടെ കളിച്ച കളിയാണ്. UAE കോൺസുലേറ്റർ എന്ന നിലയിൽ അവർ ഇഫ്താർ വിരുന്ന് നൽകുന്നു. അതിൽ നിരവധി ആൾക്കാർ പങ്കെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നു. കോൺസുലേറ്റിന്റെ ഉദ്ഘാടനത്തിന് O രാജഗോപാൽ പങ്കെടുക്കുന്നു. രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. ഇവർക്കിടയിലൂടെ സ്വപ്ന ജോൺ അവരുടെ സംഘാടന പ്രവർത്തനവുമായി നടക്കുന്നു. അതിൽ നിരവധി ചിത്രങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ കേരള ഗവൺമെന്റിന്റെ അല്ലെ മുഖ്യമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരോ പങ്കെടുക്കുന്ന പരിപാടികൾ മാത്രം വെട്ടിയൊട്ടിച്ച് ആ ചിത്രങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ആ പഴയ പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ബോധപൂർവമായ പത്രപാപ്പരാസി പണിയാണ് ഇവന്മാർ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, എല്ലാ ചിത്രങ്ങളും നമ്മുടെ വാക്കിലുണ്ടോ, നമ്മൾ തരാം. ഇത് ഞാൻ പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങളും പിന്നീട് തെറ്റാണെന്ന് ഈ മാധ്യമങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ തെറ്റ് സമ്മതിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം നാളത്തെ ചാനൽ ചർച്ചയിലും ഈ BJPയുടെ ഗോപാലകൃഷ്ണനും കോൺഗ്രസിന്റെ വാഴക്കാലായും ഒക്കെ വന്നിരുന്ന ഇത് തന്നെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളവിടെ നിർത്തൂ ചർച്ച? അത് വസ്തുതയല്ല, ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ചിത്രത്തിൽ കാണുന്ന ചിത്രത്തിന്റെ സംഗതി ഇതാണ് എന്ന് പറയുവാനുള്ള ആർജവമില്ലാത്തടത്തോളം ഈ മാധ്യമ പ്രവർത്തനം പണിയിലും തരം താഴ്ന്ന ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ഇനി മൂന്നാമത്തെ സംഭവം എല്ലാവർക്കും അറിയാവുന്ന, അധികമൊന്നും പറയേണ്ട കാര്യമില്ല. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുമ്പോൾ സ്വപ്ന സുരേഷ് എന്ന് അവർ പറയുന്നുള്ളൂ. സന്ദീപ് നായരുടെ കൂട്ടത്തിൽ അവർ പോയത്, അത് പറയത്തില്ല. സ്വപ്ന സുരേഷിനെ ഒരു പ്രത്യേക മസാല ഒക്കെ ഇട്ട് പരുവപ്പെടുത്തി അവതരിപ്പിച്ചാലല്ലേ പഴയ ഇമേജ് കിട്ടും, ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പോയെന്നുള്ളത് പത്രങ്ങൾ വ്യക്തമാക്കി. നമ്മൾ 5-ാം തീയതിയാണ് ഇവർ പോകുന്നത്, 6-ാം തീയതിയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് എങ്ങനെ ബാംഗ്ലൂർ അതിർത്തി കടന്നു, ഇതിനെക്കുറിച്ചൊക്കെ പൈങ്കിളി കഥകൾ. എന്തൊക്കെയാണ് പറയുന്നത്? ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ളപ്പോൾ ഞങ്ങളെ തന്നെ 5-6 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നു. എവിടെ ചെക്ക് ചെയ്യുന്നു? ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് പോലും വളരെ അത്യാവശ്യം ചെക്കിങ്ങുകളെ നടക്കുന്നുള്ളൂ. ഞങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പൊ പുറത്തോട്ട് പോകുന്നുണ്ട്, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒരു ചെക്കിങ്ങും ഇല്ല. ലോക്ക്ഡൌൺ പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിർത്തി എന്താണ് എവിടോട്ട് പോകുന്നു എന്ന് ചോദിക്കും. 5-ാം തീയതി ട്രിവാൻഡ്രം വിട്ടിട്ടുള്ള സ്വപ്ന സുരേഷിനും സന്ദീപ് നായറിനും കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യാം, ചെക്കിംഗ് ഇല്ല. കാരണം അവരുടെ പേരിൽ കേസില്ല, എന്ന് നിലവിലില്ല. കേസില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേസില്ല എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ ഏജൻസിയാണ്. കേരള പോലീസിനേക്കാൾ ഹയർ ഏജൻസിയാണ്. കേരള പോലീസിന് അവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചാൽ പരിശോധിക്കുക, അവരെന്താ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഏജൻസി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് ഇതിൽ നിഷ്ക്രിയമായിരിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. എന്തായാലും അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാൻ, ചെക്ക് ചെയ്യാം. ഞാൻ അതിന്റെ വസ്തുതകളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലത്ത് കേരളം മുഴുവൻ ചെക്കിംഗ് ആണ്. ഇവരെ ചെക്കിംഗ് എല്ലാം കടന്നാണ് സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലെത്തിയെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അത് മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അവർ തന്നെ മനോരമ ചാനലിന്റെ മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയും പറയാം. കേരളത്തിൽ നിന്ന് ഏതൊരു വ്യക്തിക്കും പുറത്തോട്ട് പോകുന്നതിന് പാസ് ആവശ്യമില്ല, ചോദിക്കാറില്ല. കേരളത്തിന്റെ അതിർത്തികളിൽ കേരളം ചോദിക്കാറില്ല. നേരെ മറിച്ച് കേരളത്തിലോട്ട് വരുന്നവരുടെ പാസ്സാണ് ചോദിക്കുന്നത്. കർണാടകയിലോട്ട് പോകുന്നവരുടെ പാസ്സാണ് അവർ ചോദിക്കുന്നത്. അവർ പണ്ട് ചോദിക്കുന്നുണ്ട്. ആംബുലൻസ് പോലും കടത്തിവിടാതിരുന്ന സംസ്ഥാനമാണ്. അവർക്ക് പാസ് വേണം. അങ്ങോട്ട് കയറുന്ന ആൾക്കാർ രോഗിയാണോ അല്ലയോ എന്ന് അറിയണം. പാസ് ചുമ്മാ കിട്ടുന്നില്ല, ആധാർ കാർഡ് ഉൾപ്പെടെ ഉള്ളത് കൊടുത്തിട്ട് എടുക്കുന്നതാണ്. അത്തരത്തിലൊരു പാസ് അത് കർണാടകത്തിൽ ഇത്രയും രോഗം രൂക്ഷമായിരിക്കുമ്പോൾ അവർ പോയി താമസിച്ചു എന്ന് പറയുന്ന ബാംഗ്ലൂർ നഗരത്തിൽ 100-ലധികം ലോക്ക്ഡൌൺ ഏരിയകളുള്ളപ്പോൾ ഈ പാസ് ഒന്നും അന്വേഷിച്ചില്ല എന്നുള്ളത് ഇവർക്ക് വാർത്തയേ ആയില്ല. പകരം കേരളത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളൊക്കെ ചാനൽ വന്നിരുന്നു പറയുകയാണ്, ഞങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് എത്രയിടത്താ ചെക്കിങ്. അപ്പോൾ പറയണ്ടേ, മാധ്യമ പ്രവർത്തകർ യാത്ര ചെയ്യുന്നു, അവർ പറയണേ എവിടാ ചെക്കിങ്. അവർ പറയട്ടെ 29-ാം തീയതിക്ക് ശേഷം, കഴിഞ്ഞ മാസം 29-ാം തീയതിക്ക് ശേഷം വ്യാപകമായ ചെക്കിങ് എവിടെയാണ്. സുഗമമായിട്ട് പോവാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കളിക്കാവിടെ വരെ പോവാം.
ലോക്ക്ഡൌൺ ഏരിയകളിലോട്ട് കടക്കാതിരുന്ന് വെച്ചാൽ മതി. ട്രിപ്പിൾ ലോക്ക്ഡൌണുള്ള ഏരിയകളിൽ കയറാതിരുന്ന് വെച്ചാൽ മതി. ഇപ്പൊ ചേർത്തല ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. ഇവിടുന്ന് എറണാകുളത്തിന് പോകുമ്പോൾ ഹൈവേ കൂടെ സുഖമായിട്ട് പോകാനും ചോദിക്കുന്നില്ല. നേരെ കുറച്ച് ചേർത്തലയിലോട്ടുള്ള റോഡെല്ലാം മറച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പോലീസുകാരവിടെ സുരക്ഷിതത്വത്തിൽ നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുമായിരിക്കും. ആൾക്കാരെ കടത്തി വിടുന്നുണ്ട്. എന്തിനാണ് ആവശ്യമൊക്കെ ചോദിച്ചിട്ട് അത്യാവശ്യമായതൊക്കെ കടത്തി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊന്നും ഇവരെ കെട്ടിച്ചമച്ച് തെറ്റിദ്ധാരണകൾ പലർത്തുമ്പോൾ ഈ കള്ളത്തരങ്ങളൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ശരിയായ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്തരം കള്ളത്തരങ്ങൾ കെട്ടിയെഴുന്നള്ളിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ധരിപ്പിക്കണം. ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു, ആദ്യം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിപോയി, അപ്പോൾ മുഖ്യമന്ത്രി, പിന്നെ അടുത്ത സെന്റൻസിൽ പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും കള്ളക്കടത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരിക്കും. പിന്നെ അടുത്ത സെന്റൻസ്, മുഖ്യമന്ത്രിയുടെ കുടുംബം ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ചുമ്മാതിരിക്കും. ഇത്തരത്തിൽ പോകുമ്പോൾ തുടക്കത്തിലെ അതിൻ്റെ ആ യുക്തിഹീനത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിയണം. അതാണ് മാധ്യമ പ്രവർത്തനം. അപ്പോൾ പറയാം നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതുവരെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മാമാപ്പണിയാണ്. മാമാപ്പണിക്ക് ഒത്താശ ചെയ്യുന്നവൻ ചാനലിൽ വന്നിരുന്ന ഇന്നലെ ഒരു മന്ത്രി ജലീൽ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രി, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ജലീൽ, അദ്ദേഹം ഒരു ഭയങ്കര ആരോപണം പൊട്ടി പെട്ടെന്ന് പുറപ്പെടുകയും പിന്നെ ഷൂ പോവുകയും ചെയ്തു. പക്ഷെ പോയത് അംഗീകരിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ അതിന്റെ പേരിൽ കഥകൾ എന്തിനാണ് 9 പ്രാവശ്യം വിളിച്ചത്, 9ാമത്തെ വിളിയിൽ എന്തൊക്കെയോ ഉണ്ട്. ഇത്തരത്തിലൊക്കെ മെനഞ്ഞെടുക്കുകയാണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഒരു സദാചാരം ഒന്നുമില്ല, ആർഷഭാരതം എന്നൊക്കെ പറയുന്നത്, അവരാണ് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ അശ്ലീലം വന്നിരുന്നു പറയുന്നത്. സ്ത്രീ ശരീരത്തെ അശ്ലീലമായി മാത്രം കാണുന്ന ആൾക്കാരാണ് അവർ. ലോക്ക്ഡൌണിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ UAE നിന്ന് കോൺസുലർ വിളിക്കുക ഏർപ്പാട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കിറ്റ് എടുക്കാൻ ചോദിച്ചപ്പോൾ ഈ സുരേന്ദ്രൻ, ആർഷഭാരത സംസ്കാരത്തിന്റെ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്, സ്വർണ്ണക്കിഴി കൊടുക്കാൻ വിളിച്ചതായിരിക്കും ജലീലല്ലേ? എങ്ങനെയുണ്ട് ഇവന്റെയൊക്കെ സംസ്കാരം? ഇവനൊക്കെ ഈ നാട്ടിൽ വന്നാൽ ഈ നാട് മുടിഞ്ഞു വെണ്ണീറാകും. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.